Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ചെയ്ത ഫോൺ, അതുപോലെ തന്നെ എന്താണ് റൂട്ട് ചെയ്യാത്ത ഫോൺ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എൻ്റെ പല വീഡിയോയുടെയും താഴെയായിട്ട് കമൻ്റ് ആയിട്ട് ചേട്ടാ ഈ റൂട്ട് ചെയ്ത ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോകാം. റൂട്ട് ചെയ്ത ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത്, പുതിയൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് കമ്പനിക്കാർ ഈ ഒരു ഫോണിനകത്തൊരു റോം ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. നിങ്ങൾക്കറിയാമായിരിക്കും, ചില ഫോണുകൾ 8GB റോം ആയിരിക്കും, ചില ഫോണുകൾ 16GB റോം ആയിരിക്കും, ചില ഫോൺ 32, 64 അങ്ങനെ പോകും. ഓരോ റോം ഓരോ ഫോണിനനുസരിച്ച്, ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് അതിൻ്റെ റോമിൻ്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു റോം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു റോമിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഒന്ന് ഫേംവെയർ, ഒരു ഫോണിൻ്റെ ഫേംവെയർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ എന്നും പറയാം, ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എന്നും പറയാം. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫേംവെയർ എന്ന് പറയാം. രണ്ട് യൂസേജ് സ്റ്റോറേജ്, അതായത് ഈ ഫോണിൻ്റെ യൂസേഴ്സിന് വേണ്ടിയുള്ള സ്റ്റോറേജ്, നമ്മൾ വീഡിയോസ് ഓഡിയോസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ബ്രൗസർ വഴി ഡൗൺലോഡ് ചെയ്യുന്നതിന് ഇതൊക്കെ യൂസേജ് സ്റ്റോറേജിലാണ് വരുന്നത്. അപ്പോൾ റോമിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫേംവെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറും യൂസേജ് സ്റ്റോറേജും. എന്നാൽ ഈ ഒരു ഫേംവെയർ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കാരും ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് അവരുടേതായ രീതിയിൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്തായിരിക്കും ഈ ഒരു ഫേംവെയർ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഫേംവെയർ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതിൻ്റേതായ രീതിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയായിരിക്കും ഓരോ കമ്പനിക്കാരും ഫേംവെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കും. ഈ ഒരു ഫേംവെയർ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവർ അതിലേക്ക് മെയിനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പറയുന്നത്, ഒരു ഫോണിൻ്റെ വർക്കിങ്ങിന് ആവശ്യമുള്ള ആൻഡ്രോയിഡ് ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ ഇൻക്ലൂഡാണ്. രണ്ട് പറയുന്നത് ബ്ലോട്ട്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ, ബ്ലോട്ട്വെയർ അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൽ അനാവശ്യമായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മൾ ഉപയോഗിക്കാത്ത തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അത്തരം ആപ്ലിക്കേഷൻസുകളെയാണ് സിസ്റ്റം ആപ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ ബ്ലോട്ട്വെയർ എന്ന് പറയുന്നത്. മൂന്നാമത് അതിൻ്റേതായ ഒരു യൂസർ ഇൻ്റർഫേസസ്, ഒരു ഫോണിൻ്റെ അതിൻ്റേതായ യൂസർ ഇൻ്റർഫേസസ് അതുണ്ടാവും. പിന്നെ അതിൻ്റേതായ കുറച്ച് ഫീച്ചേഴ്സുകളും അവരുടേതായ കുറേ ആഡ് ചെയ്തിട്ടുള്ള കുറേ ഫീച്ചേഴ്സുകളും കുറേ സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം അവർ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫേംവെയറിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം അവർ ഇതിലൊരു ലോക്ക് ചെയ്തിരിക്കും. ഓക്കെ, ഇത് ലോക്ക് ചെയ്യും. കാരണം ഈ ഒരു ഫേംവെയർ നിർമ്മിച്ച ശേഷം അത് ഇതിലേക്ക് ചെയ്തതിന് ശേഷം അവരത് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഒരു ഫേംവെയർ യാതൊരുവിധ മോഡിഫിക്കേഷനും ആരും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഒരു കാരണവശാൽ നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബ്ലോട്ട്വെയർ സിസ്റ്റം ആപ്ലിക്കേഷനുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. യൂസർ ഇൻ്റർഫേസസ് മാറ്റാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഫീച്ചേഴ്സുകൾ, നമുക്ക് പുതിയതായിട്ടുള്ള ഫീച്ചേഴ്സുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിലുള്ള ഫീച്ചേഴ്സുകൾ നമുക്ക് കളയാൻ സാധിക്കത്തില്ല. സെറ്റിങ്സ് അങ്ങനെ പുതിയ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒന്നും തന്നെ യൂസേഴ്സുകൾ, ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒന്നും തന്നെ ഇതിൽ യാതൊരുവിധ മോഡിഫിക്കേഷനും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഇത് ലോക്ക് ചെയ്തിരിക്കും. അത്തരം ഫോണുകളെയാണ് ലോക്ക്ഡ് റോം അല്ലെങ്കിൽ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു ലോക്ക് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ, കമ്പനിക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ഫേംവെയറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലോക്ക് നമ്മൾ പൊട്ടിക്കുന്ന പ്രക്രിയയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ടിംഗ് എന്ന് പറയുന്നത് കമ്പനിക്ക് നൽകിയിരിക്കുന്ന ലോക്ക് പൊട്ടിക്കുന്ന പ്രക്രിയയെ, ഈ ഒരു ഫേംവെയറിൽ നൽകിയിരിക്കുന്ന ലോക്ക് പൊട്ടിക്കുന്ന പ്രക്രിയയെ റൂട്ടിംഗ് എന്ന് പറയും. ഈ ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാലോ ഇത്തരം ഫോണുകളെ റൂട്ടഡ് ഫോൺ എന്ന് പറയും. ഓക്കെ, റൂട്ടഡ് ഫോൺ എന്ന് പറയും. അപ്പോൾ ഫേംവെയർ അല്ലെങ്കിൽ ഈ റോമിലെ ലോക്ക് പൊട്ടിക്കുന്ന പ്രക്രിയയെ റൂട്ടിംഗ് എന്നും, പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനെ റൂട്ട് ചെയ്ത ഫോൺ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങളുണ്ടാവുക? നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ, കമ്പനിക്കാർ നൽകിയിരിക്കുന്ന സിസ്റ്റം ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും അവയെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. യൂസർ ഇൻ്റർഫേസസിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. നമുക്ക് ഈ ഒരു യൂസർ ഇൻ്റർഫേസ്, കമ്പനിക്കാർ നൽകിയിരിക്കുന്ന യൂസർ ഇൻ്റർഫേസ് നമുക്ക് വേണ്ട, വേറെ യൂസർ ഇൻ്റർഫേസ് കൊണ്ടുവരണം, നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ കൂടുതൽ ഫീച്ചേഴ്സ്, കമ്പനിക്കാർ നൽകിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സെറ്റിംഗ്സിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഒരു ആൻഡ്രോയിഡ് ഫോണിനെ സംബന്ധിച്ചുള്ള 100% കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഫോൺ റൂട്ട് ചെയ്തിരിക്കണം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സുകൾ ഒരു 40% മാത്രമേ കമ്പനിക്കാർ നമുക്ക് നൽകുന്നുള്ളൂ.
അതായത് നമ്മുടേതാണ് ഫോണെങ്കിൽ പോലും അവർ പറയുന്ന രീതിയിൽ മാത്രമേ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് അനാവശ്യമായ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ കമ്പനിക്ക് നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷനോട് കൂടിയായിരിക്കും അവർ നമ്മുടെ റോം ലോക്ക് ചെയ്തിരിക്കുക. എന്നാൽ ഈ റോം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന 100% കാര്യങ്ങൾ, ഏകദേശം 60% കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നത് ഫോൺ റൂട്ട് ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ ഈ ഒരു റൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഫോൺ ലോക്ക്ഡ് ആണെങ്കിൽ, ബൂട്ട് ലോഡർ അല്ല, നമ്മുടെ ഫോണിൻ്റെ റോം ലോക്ക്ഡ് ആണെങ്കിൽ, റൂട്ട് ചെയ്യാത്തൊരു ഫോണാണെങ്കിൽ കമ്പനിക്ക് നൽകിയിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റി നമുക്ക് ലഭിക്കും. എല്ലാ സെക്യൂരിറ്റിയും നമുക്ക് ഒരു റൂട്ട് ചെയ്യാത്ത ഫോണിന് എല്ലാ സെക്യൂരിറ്റിയും കിട്ടും. അതുപോലെ തന്നെ അതനുസരിച്ചുള്ള ഓരോന്നിൻ്റെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റിംഗ് എല്ലാം നമുക്ക് ലഭിക്കും. യാതൊരുവിധ മിസ്ലേനിയസ് ഫയലുകളോ അല്ലെങ്കിൽ യാതൊരുവിധ നമ്മുടെ ഫോണിനെ അറ്റാക്ക് ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് തടയിടുവാൻ ഈ റൂട്ട് ചെയ്യാത്ത ഫോണുകൾക്ക് ലഭിക്കും. ഫീച്ചേഴ്സും സെക്യൂരിറ്റിയും പ്രൈവസിയും നമുക്ക് നല്ല രീതിയിൽ റൂട്ട് ചെയ്യാത്ത ഫോണുകൾക്ക് ലഭിക്കും. എന്നാൽ ഫോൺ റൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം പ്രശ്നത്തിലാവും. അതുപോലെ കമ്പനിക്കാർ നൽകിയിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റികളും നഷ്ടപ്പെടും. അതുപോലെ തന്നെ കമ്പനിക്കാർ ഏതെങ്കിലും വാറണ്ടി ഉള്ള ഒരു ഫോണാണെങ്കിൽ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാറണ്ടി കിട്ടത്തില്ല. പ്രൈവസി ഏതൊരു മിസ്ലേനിയസ് ഫയലുകൾക്കും അനായാസം നമ്മുടെ ഫോണിനെ അറ്റാക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് റൂട്ട് ചെയ്ത ഫോണുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. കൂടുതൽ ഫീച്ചേഴ്സുകൾ നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ റൂട്ട് ചെയ്ത ഫോണുകൾക്ക് സാധിക്കുമെങ്കിൽ പോലും പ്രൈവസിയും സെക്യൂരിറ്റിയും വെച്ച് നോക്കുമ്പോഴത്തേക്കും റൂട്ടഡ് ഫോണുകൾ വളരെ സെക്യൂർഡ് അല്ല എന്നുള്ളതാണ്. റൂട്ട് ആക്സസ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, പക്ഷേ സെക്യൂരിറ്റി ഇഷ്യൂസ് വളരെ പ്രശ്നം സൃഷ്ടിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ റീപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ ബൈ.